പ്രൈം ഡ്രൈവ് ബൈറ്റ് തുടരുന്നു. സംഘപരിവാറിലേക്ക് ചുവടുവെക്കുന്നു എന്ന ആരോപണങ്ങളെ തള്ളി ടി.പി. സെൻകുമാർ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. മുസ്ലിം ജനസംഖ്യയെക്കുറിച്ചും പെൺകുട്ടികളെ സ്നേഹിച്ച് IS-ൽ എത്തിക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞ് സത്യമാണെന്നും അദ്ദേഹം ഇന്ന് വ്യക്തമാക്കി. ഈ സാഹചര്യത്തിലാണ് സെൻകുമാർ കാക്കി ഉപേക്ഷിച്ച് കാവി ഉടുക്കുമോ എന്ന് പരിശോധിക്കുന്നത്. ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ PM മനോജ്, BJP നേതാവ് VV രാജേഷ് എന്നിവർ ആദ്യഘട്ടത്തിൽ. PM മനോജ്, നേരത്തെ മുഖ്യമന്ത്രി നിയമസഭയിൽ സെൻകുമാറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കിടെ പറഞ്ഞു, കോൺഗ്രസുകാരോട്, പ്രതിപക്ഷത്തോട് നിങ്ങൾ കൂടുതൽ ബഹളം വെക്കേണ്ട, നിങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ അനുകൂലിക്കേണ്ട, നിങ്ങൾക്കൊപ്പമല്ല എന്ന് പറഞ്ഞു. അത് ഈ സൂചനയാണോ, BJP-യിലേക്കാണ് സെൻകുമാർ എന്ന സൂചനയാണോ അന്നും നൽകിയത്? അത് കൂടുതൽ തെളിയുകയാണോ ഇന്നത്തെ ചടങ്ങിലടക്കം? അതിലൊരു സംശയമില്ല. ഇന്ന് ജന്മഭൂമിയുടെ പരിപാടിയിലാണ് അദ്ദേഹം പോയത്. അതിന് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്ന കണക്കുകൾ, അദ്ദേഹം ഉയർത്തുന്ന ആശയം, ഈ ശതമാനം എന്ന് പറഞ്ഞാൽ 100 ലിത്ര എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് 42% ജനന നിരക്ക് മുസ്ലിം വിഭാഗത്തിൽ, 48% ഹിന്ദുക്കളിൽ, 15% ക്രിസ്ത്യാനികളിൽ. അപ്പോൾ 48ഉം 42ഉം 15 കൂട്ടിയ 105 ആയി. ഇങ്ങനെ പ്രാഥമികമായ കണക്ക് പോലും അറിയാത്തതാണ് എന്ന് ഭാവിച്ചുകൊണ്ട് സാധാരണ RSSകാർ ശാഖകൾ നടത്തുന്ന പ്രസംഗം അത് ഒരു അഭിമുഖത്തിൽ പറഞ്ഞുകൊണ്ട് RSSന്റെ പ്രചാരണമാണ്. അദ്ദേഹം ഇനി പ്രത്യേകിച്ച് കാവി ഉടുക്കാനൊന്നുമില്ല. പണ്ടേ കാക്കി ഇടുമ്പോൾ തന്നെ അടിവസ്ത്രം കാവിയായിരുന്നു. അതുകൊണ്ടാണ് MG കോളേജിൽ ABVP-കാരെ പോലീസുകാരിൽ നിന്ന് രക്ഷിക്കാൻ ഒരു പോലീസുകാരൻ്റെ നെയിം പ്ലേറ്റ് വലിച്ചൂരിക്കൊണ്ട് ബഹളം വെച്ചത്. സാധാരണ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് സൗമ്യ മുഖമുള്ള ആളാണ്, സൗമ്യശീലനാണ് എന്നൊക്കെയാണ്. പക്ഷേ അന്ന് അലറി വിളിച്ചുകൊണ്ട് സ്വന്തം കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസുകാരൻ്റെ നെയിം പ്ലേറ്റ് വലിച്ചൂരി ബഹളം വയ്ക്കുന്ന, അലറി വിളിക്കുന്ന ഒരു പോലീസുകാരനെയാണ്, പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ഇതുവരെ RSS കേന്ദ്രങ്ങൾ ആക്രമണത്തിൽ VV രാജേഷ് ഇതുവരെ RSS കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന വാദങ്ങൾക്ക് സമാനമായി മുൻ DGP, പോലീസിന്റെ ഏറ്റവും ഉന്നത പദവിയിൽ നിന്ന് വിരമിച്ചയാൾ ദിവസങ്ങൾക്ക് ശേഷം അത്തരത്തിൽ തന്നെ സംസാരിക്കുന്നു. അത് RSSലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവേശനമാണോ കാണിക്കുന്നത്? BJP സ്വാഗതം ചെയ്യുന്നതിനൊപ്പം തന്നെ K. സുരേന്ദ്രൻ നേരത്തെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. മാറാൻ പോകുന്ന ഒരു കേരളീയ സമൂഹത്തിന്റെ ഒരു വെളിപാടാണോ അദ്ദേഹത്തിലൂടെ വരുന്നത്? പ്രകാശ്, ഈ ദേശാഭിമാനിയിൽ ഞാൻ കരുതിയത് മാധ്യമപ്രവർത്തനമാണ് പണിയെന്ന്, ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടിവസ്ത്രം നോക്കലാണ് പണിയെന്നുള്ളത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അടിവസ്ത്രത്തിൻ്റെ നിറം നോക്കലാണ് പണിയെന്നുള്ളത് അത് മാന്യമായ മാധ്യമപ്രവർത്തനമാണ് ഞാൻ കരുതുന്നില്ല. വേറൊന്ന്, സെൻകുമാർ പറഞ്ഞ ശതമാനക്കണക്ക് വളരെ കൃത്യം തന്നെയാണ്. ഇന്ത്യൻ എക്കണോമിക് സർവീസ് ഉയർന്ന റാങ്കോടുകൂടി പാസ്സായി, 35 വർഷത്തിനു മുമ്പ് പാസ്സായി, ആ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷമാണ് IPS നേടി ഇത്രയും കാലം 34 വർഷക്കാലം. രാജേഷ്, ഈ കണക്ക് തന്നെ ഞാൻ ഇടപെട്ടില്ലല്ലോ. അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. ഇതെന്റെ സമയമല്ലേ, ഞാൻ പറഞ്ഞോട്ടെ. അതായത് സെൻകുമാർ പറഞ്ഞ കണക്ക് അത് അങ്ങല്ലേ പറഞ്ഞത്. അങ്ങല്ലേ പറഞ്ഞത്. സെൻകുമാറിന്റെ കാക്കിക്കുള്ളിലുള്ള അടിവസ്ത്രത്തിന്റെ നിറം അങ്ങാണല്ലോ പറഞ്ഞത്, ഞാനല്ലോ പറഞ്ഞത്. അങ്ങ് കണ്ട കാര്യം അങ്ങ് പറയുമ്പോ പിന്നെ എനിക്ക് മറുപടി പറയണ്ടേ? അങ്ങ് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അല്ല, സെൻകുമാർ പറഞ്ഞ കണക്ക് എല്ലാം കൂടെ കൂട്ടിയാൽ 100 വരുള്ളൂ. അതിനെ റിപ്പോർട്ട് ചെയ്തവരാണ് അത് മാറ്റിയത്. ഹൈക്കോടതിയിൽ നിന്നും മറ്റ് അന്വേഷണ ഏജൻസിയിൽ നിന്നും അങ്ങയുടെ പാർട്ടി ഭരിക്കുന്ന ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസികളിൽ നിന്നും സെൻകുമാറിന് കിട്ടിയ കണക്ക്, ആ കണക്ക് ഉദ്ധരിച്ചാണ് മിസ്റ്റർ PM മനോജ് സെൻകുമാർ കണക്ക് പറഞ്ഞത്. ഇനി സെൻകുമാർ അങ്ങേക്ക് അല്ല, ശ്രീ PM മനോജ്, ഇന്നും അദ്ദേഹം പറഞ്ഞു, PM മനോജ് സംസ്ഥാന സർക്കാരിന്റെ കൈവശമുള്ള ജനന മരണ നിരക്കുകൾ അടക്കം ആ കണക്കുകളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ആ വാരികയിൽ അടക്കം വന്നത് പറഞ്ഞിട്ടില്ല. എനിക്ക് പൂർണ്ണമായും തരാനായിട്ട് ഞാൻ പറയട്ടെ മിസ്റ്റർ PM മനോജ്. കേരള സർക്കാരിന്റെ
ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് അവർ രജിസ്റ്റർ ചെയ്ത കണക്ക് അനുസരിച്ചിട്ടാണ് അത് തന്നെയാണല്ലോ ഞാനും പറഞ്ഞത്. സെൻകുമാർ പറഞ്ഞിട്ടുള്ളത്. അതെ, സെൻകുമാർ പറഞ്ഞിട്ടുള്ളത് കേരള സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലഭിച്ച കണക്കുകൾ വെച്ചാണ്. ലവ് ജിഹാദിനെ കുറിച്ച് സെൻകുമാർ പറഞ്ഞിട്ടുള്ളത് ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ച കണക്കുകൾ വെച്ചിട്ടാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. കോൺഗ്രസ് നേതാവ് എം ഐ ഷാനവാസ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ജിഹാദിനെ കുറിച്ച് സെൻകുമാർ പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. എം ഐ ഷാനവാസ്, ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ അദ്ദേഹം രേഖകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മറ്റൊരു പോലീസ് ചാനൽ ചർച്ച മേധാവി കഴിഞ്ഞിട്ടാണ് ആയിരുന്നു ഇങ്ങോട്ട് അദ്ദേഹം വരുന്നത്. പറഞ്ഞത്. അതെങ്ങനെ ഷംസീറ പങ്കെടുത്തത് എന്നാണ് ബി ജെ പി നേതാവ് ചോദിക്കുന്നത്. ഷാനവാസ് പങ്കെടുത്തത് ഞാൻ കഴിഞ്ഞ ഇങ്ങോട്ട് വരുന്നത്. കണക്കിന്റെ ആധികാരികതയില് എനിക്ക് വലിയ സംശയമുണ്ട്. എന്തെങ്കിലും കാരണവശാല് എവിടെയെങ്കിലും മുസ്ലിം ജനസംഖ്യ പിന്നെ പുതിയ ജനറേഷൻ്റെ കൂടിക്കഴിഞ്ഞാൽ അത് ഏതോ ഒരു ആസൂത്രിതമായ നീക്കമാണ് എന്ന് RSS സംഘപരിവാർ ശക്തികളുടെ പ്രചരണത്തിന് ഇല്ലാത്ത സത്യവുമായി ബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ശ്രീ സെൻകുമാർ അദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷം ഇന്ന് ഈ പറഞ്ഞ രീതിയിൽ നടത്തിയ ഒരു പ്രസ്താവന കേരളീയ ജനസമൂഹത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം പിന്നെയും പറയുന്നു ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ. ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു വിവരവുമില്ല. എന്താണ് മുസ്ലിം സമുദായം പഠിപ്പിക്കുന്നത്, എന്താണ് ഇസ്ലാമിന്റെ ഫണ്ടമെന്റൽ? ഒരു നിരപരാധിയെ വധിച്ചാൽ മനുഷ്യരാശിയെ മുഴുവൻ വധിക്കുന്നതിന് തുല്യം എന്ന ഖുർആൻ വചനത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ജിഹാദിൽ കൂടിയാണ് സ്വർഗം. അല്ല മിസ്റ്റർ സെൻകുമാർ, സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് ദൈവം പറഞ്ഞിട്ടുള്ള നിഷ്കർഷിച്ചിട്ടുള്ള കാര്യങ്ങളുടെ പിന്നിലൂടെ കാര്യങ്ങളുടെ പാന്താവിലൂടെ നടന്ന് പിന്നെ മനുഷ്യന് നന്മ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് എത്തുകയുള്ളൂ. ഒരാളെയും കൊല്ലാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അങ്ങനെയാണ് എന്ന് പറയുന്ന സെൻകുമാർ ഞാൻ സംശയിക്കുന്നു സംഘപരിവാർ ശക്തികളുടെ ദൂതനായി മാറി അവിടെ കേൾക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. ഞാൻ പറഞ്ഞു തീർന്നതിന് നിങ്ങൾ അടച്ചവരെ ഇടപെട്ടല്ലേ, ഞാൻ പറഞ്ഞു തീർന്നല്ലേ, അതിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കുൽസിതമായ ശ്രമമാണ് നടത്തിയിരുന്നത്. സത്യം പറഞ്ഞാൽ ശ്രീ സെൻകുമാറിനെ കുറിച്ച് ആലോചിച്ച് ഞാൻ ലജ്ജിക്കുന്നു. ജനാധിപത്യ മതേതരത്വ കേരളം തല താഴ്ത്തിയേ മതിയാവും. അതുപോലത്തെ ഒരു ജൽപ്പനമാണ് ആരും പറയാൻ മടിക്കാത്ത ഈ RSSകാർ പോലും പറയാൻ അറയ്ക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. രാജേഷ്, കോൺഗ്രസും CPM-ഉം മുസ്ലിം ലീഗും അടക്കം ഈ മുൻ പോലീസ് മേധാവിയുടേതായി പുറത്തു വന്ന അഭിപ്രായ പ്രകടനത്തെ കുറിച്ചുള്ള അവരുടെ പ്രതിഷേധമാണ് അവർ ഉയർത്തുന്ന മുന്നറിയിപ്പാണ് കേട്ടത്. അതെ, അവർ പ്രതിഷേധിച്ചോട്ടെ, അവർക്ക് ഏതു തരത്തിലും പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ LDF-ഉം UDF-ഉം നേതൃത്വം നൽകിയ ഗവൺമെന്റിലാണ് TP സെൻകുമാർ ജോലി ചെയ്തിരുന്നത് എന്നു കരുതി അദ്ദേഹം റിട്ടയർ ആയതിനു ശേഷം LDF-ന്റെയും UDF-ന്റെയും പാർട്ടി ഓഫീസിൽ നിന്നും പറയുന്ന അനുസരിച്ച് തന്നെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ അത് തൽക്കാലം നടക്കുകയില്ല. സെൻകുമാറിന് സ്വതന്ത്രനായിട്ട് ജീവിക്കാനും ചിന്തിക്കാനാണ് ഇഷ്ടമെങ്കിൽ പൊതുസമൂഹം അതിന് പിന്തുണ കൊടുക്കും. ഇവിടെ സെൻകുമാർ അദ്ദേഹം മലയാള മനോരമ പത്രത്തിന്റെ വേദിയിൽ പോയപ്പോൾ കുഴപ്പമില്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ വേദിയിൽ പോയപ്പോൾ കുഴപ്പമില്ല. അദ്ദേഹം ജന്മഭൂമി പത്രത്തിന്റെ വേദിയിൽ വരുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഇത്രയും അസ്വസ്ഥത എന്താ, അസഹിഷ്ണുത എന്താ? ഇവിടെ സെൻകുമാർ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതാവിരുദ്ധമുണ്ടോ? ആരെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ? നിങ്ങൾക്ക് പൊതുസമൂഹത്തിൽ തുറന്നു കാട്ടാം. നിങ്ങൾക്ക് അതിനെതിരെ കേസ് PM മനോജ്, അദ്ദേഹം ഒരു വ്യക്തിയാണ്, അദ്ദേഹം വിരമിച്ച ഉദ്യോഗസ്ഥനാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആശയഗതികൾ പങ്കുവെക്കുന്നതിൽ, അത്തരത്തിലുള്ള വേദികൾ പങ്കിടുന്നതിൽ എന്താണ് ഇത്ര അസ്വാഭാവികത എന്നാണ് ചോദ്യം. ഒരസ്വാഭാവികതയില്ല. സെൻകുമാറിന് ഏത് രാഷ്ട്രീയം BJP-യേക്കാൾ മോശമുള്ള രാഷ്ട്രീയം വല്ലതുണ്ടെങ്കിൽ അതും തിരഞ്ഞെടുക്കുന്നതിൽ ആർക്കും പ്രശ്നമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഈ ഗോഹത്യയുടെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, ആ കൊലപാതകത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും തള്ളിപ്പറഞ്ഞ ഘട്ടത്തിൽ അതിനെ എതിർത്ത് പറയുന്ന ആളുകളുടെ പരിശോധിക്കണമെന്നാണ് സെൻകുമാർ പറയുന്നത്. അവിടെയാണ് ദേശവിരുദ്ധത, അവിടെയാണ് മനുഷ്യവിരുദ്ധത. ആ മനുഷ്യവിരുദ്ധത അത് രാഷ്ട്രീയമല്ല, അത് വർഗീയതയാണ്, അത് സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അത് പരിശോധിക്കപ്പെടണം. അതുപോലെ തന്നെ കണക്കിന്റെ കാര്യത്തിൽ ഈ വാരികയിൽ വന്ന കണക്ക്, ഈ അഭിമുഖത്തിൽ വന്ന കണക്ക്, ആ കണക്ക് തെറ്റാണെന്നൊന്നും സെൻകുമാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് കൂട്ടി നോക്കുമ്പോൾ 105% വരിക. അതെങ്ങനെയാ 105 വരിക? 100-ലല്ലേ ശതമാനം?
അപ്പോൾ 105 വരുന്നു. അങ്ങനെ വ്യാജമായ കണക്ക് RSSന്റെ ശാഖകളിൽ അവതരിപ്പിക്കുന്ന കണക്ക് വെച്ച് സമൂഹത്തെ വർഗീയമായി ചേരിതിരിക്കാൻ നോക്കുന്ന കുൽസിത ശ്രമം ശ്രീ ഷാനവാസ് പറഞ്ഞ ശരിയാണ്. അദ്ദേഹത്തിന് ലജ്ജ തോന്നുന്നു, അത് ശരിയാണ്. കാരണം എം ജി കോളേജിൽ RSSകാർ ഒരു CIയെ കൊല്ലാൻ ശ്രമിച്ചു. ആ കൊല്ലാൻ ശ്രമിച്ച കേസിൽ നിന്ന് RSSകാരെ അപ്പടി ഊരിക്കൊടുത്തത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റാണ്. അതിന് നേതൃത്വം കൊടുത്തത് ആരാ? സെൻകുമാറാണ്. സെൻകുമാറിന്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് ഒരു പോലീസുകാരനെ കൊല്ലാൻ ശ്രമിച്ച RSS ക്രിമിനലുകളെ പോലും കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുത്ത കോൺഗ്രസ് അവർക്ക് ലജ്ജ തോന്നേണ്ടത് തന്നെയാണ്. അതുകൂടി ഇവിടെ ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. വി രാജേഷ്, ഇവിടെ സെൻകുമാറിനെ ബി.ജെ.പിക്ക് സമാനമായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് കൂടുതൽ വേദികൾ ഒരുക്കി കൊടുക്കുന്നു. ഇതെല്ലാം എതിര് ആയിട്ടുള്ള ആളുകൾ വിമർശിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ബി.ജെ.പി രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ അദ്ദേഹം തയ്യാറായിരിക്കുകയാണോ, അതേ സെൻകുമാറിനെ ഉൾക്കൊള്ളാൻ ബി.ജെ.പി തയ്യാറായിരിക്കുകയാണോ? പ്രകാശ്, സെൻകുമാർ ബി.ജെ.പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുമായി അദ്ദേഹമോ യാതൊരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല. അദ്ദേഹം സർവീസിലിരുന്നപ്പോഴേക്കും ഉണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം പല കാര്യങ്ങളും പൊതുസമൂഹത്തോട് പറയുന്നു. ആ കാര്യങ്ങൾ ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നുള്ള മേഖലകൾ ഞങ്ങൾ ഒരുമിക്കുന്നു. ഇപ്പോൾ ഡോക്ടർ ബാബു പോൾ സാർ ആ വേദിയിലിരിക്കുകയാ. ബാബു പോൾ സാറിന് ഞങ്ങളുടെ ചില പ്രസ്ഥാനങ്ങളുമായിട്ട് സഹകരിക്കുവാനുള്ള താല്പര്യമുണ്ട്. ജന്മഭൂമിയുടെ പരിപാടിയിൽ വരുന്നു, സഹകരിച്ച് മുന്നോട്ട് പോകുന്നു. അല്ല, ഈ മുസ്ലിം തീവ്രവാദം അടക്കമുള്ള കാര്യങ്ങളിൽ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല രാജേഷ്. അതുകൊണ്ടാണ് ഈ സെൻകുമാറിന്റെ കാര്യത്തിൽ ഒരു പ്രസക്തി ഉണ്ടായത്. അല്ല, അത് ബാബു പോളിന്റെ നിലപാട് എന്ന് കരുതി ബാബു പോൾ സ്വീകരിക്കുന്ന നിലപാട് മാത്രമേ സെൻകുമാർ സ്വീകരിക്കാവുള്ളൂ നിങ്ങൾക്ക് പറയാൻ സാധിക്കൂ. ഞാൻ ചോദിക്കുന്നത്, സെൻകുമാർ സ്വീകരിച്ച നിലപാടുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ജനസംഖ്യ 27% ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ജനന നിരക്ക് 42 54% ഹിന്ദു ജനസംഖ്യ, അവിടെ ഉണ്ടാകുന്ന ജനനിരക്ക് 43 ഞാൻ പറഞ്ഞതിൽ ചെറിയ വേരിയേഷൻ വരാം എന്ന് പറയുമ്പോൾ അത് ആനുപാതികമല്ല. ലവ് ജിഹാദിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ നടക്കുന്ന മതപരിവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രേമവിവാഹങ്ങളിൽ 98% ഹിന്ദു പെൺകുട്ടികൾ മുസ്ലിം ചെറുപ്പക്കാരെ പ്രേമിച്ച് മുസ്ലിമായിട്ട് മതം മാറുന്നു. അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്നതല്ല. ലവ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കണം. ഇതൊരു പ്ലാൻഡ് എഫർട്ടാണ്, പർപ്പസ് ആയിട്ട് ചെയ്യുന്നതാണ്. കൺവെർഷനാണ് അതിന്റെ മുഖ്യ ലക്ഷ്യം. ഇവിടെ നിമിഷ ഫാത്തിമ എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള ഒരു ഹിന്ദു പെൺകുട്ടിയെ, അല്ലല്ല മനോജ് അസ്വസ്ഥനാവണ്ട, നിമിഷ ഫാത്തിമ എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള പെൺകുട്ടിയെ ഒരു സജാദ് എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരൻ പ്രേമിക്കുന്നു. അതിനെ ഈസ എന്ന് പറയുന്ന മറ്റൊരു ചെറുപ്പക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു. ഇത് പ്രേമമല്ല. ഇത് ആ കുട്ടിയുടെയും ആ കുട്ടിയുടെ കുടുംബത്തെയും നശിപ്പിക്കുവാനുള്ള, ഒരു സമൂഹത്തെ നശിപ്പിക്കുവാനുള്ള ISISന്റെ പ്ലാൻഡ് എഫർട്ടിന്റെ ഭാഗമാണ്. ഫിറോസ്, മതസ്പർദ്ധ അടക്കം വളർത്തുന്ന നീക്കമാണ്, പരാമർശമാണ് മുൻ DGPയുടെ ഭാഗത്തുണ്ടായി എന്ന തരത്തിലുള്ള പരാതിയാണ് താങ്കൾ പോലീസ് അധികാരികൾക്ക് മുന്നിൽ നൽകാൻ പോകുന്നത്. ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് താൻ പറഞ്ഞത് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. എന്ത് രേഖയാണ് അദ്ദേഹം ഉദ്ധരിച്ചത്? ഞാൻ ചോദിക്കട്ടെ. അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾ അവരുടെ സമുദായത്തെ പഠിപ്പിക്കുന്നത് ജിഹാദ് നടത്തി മരണം വരിച്ച് സ്വർഗം പ്രവേശിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത് കുറെ കാലങ്ങളായി സംഘപരിവാറും അതുപോലെ തന്നെ RSSും ഒക്കെ പ്രചരിപ്പിച്ച് ഒരു മുസ്ലിം ഭീതി രാജ്യത്തൊട്ടാകെ RSS പലപ്പോഴും പ്രചരിപ്പിക്കുന്ന മുസ്ലിം വിദ്വേഷം കേരളത്തിൽ വിലപ്പോവാതെ വരുന്നത് ഇത് കേരളത്തിലെ ഹൈന്ദവ സമുദായം വിശ്വസിക്കാത്തത് കൊണ്ടാണ്. കാരണം അവർക്കറിയാം കേരളത്തിലെ മുസ്ലിം സമുദായത്തെ. പക്ഷെ ഇത്തരം ഉന്നത പദവികളിൽ ഇരിക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം എന്ത് സോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഏത് മതപാഠശാലയിലാണ്, ഏത് സ്ഥാപനത്തിലാണ് മുസ്ലിം സമുദായത്തിലെ ആളുകളെ നിങ്ങൾ ജിഹാദ് നടത്തി മരണം വരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിക്കുന്നത്? ഇനി ഞാൻ ചോദിക്കട്ടെ, നേരത്തെ സംഘപരിവാരങ്ങൾ പ്രചരിപ്പിച്ച ലവ് ജിഹാദ് കേരളത്തിലെ പോലീസ് അന്വേഷിച്ചിട്ടല്ലേ? അത് സംഘപരിവാരങ്ങൾ പ്രചരിപ്പിച്ച ഒരു പ്രചരണം മാത്രമായിരുന്നു. ഒരു ഹിന്ദു സംഘടനയുടെ ഒരു വെബ്സൈറ്റിൽ നിന്ന് വന്ന പ്രചരണമാണ് ലവ് ജിഹാദ് എന്ന് കേരള പോലീസല്ലേ കേരള ഹൈക്കോടതി സത്യവാങ്മൂലം കൊടുത്തത്? ആ പ്രചരണം തെറ്റായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ കേരള പോലീസ് തന്നെ കൊടുത്ത സത്യവാങ്മൂലത്തെയാണ് ഇപ്പോ സെൻകുമാർ നിഷേധിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ വ്യക്തമാണ്. ഇദ്ദേഹം കേരളത്തിൽ ഒരു മുസ്ലിം ഭീതി സൃഷ്ടിച്ച് സംഘപരിവാരങ്ങൾ ശ്രമിക്കുന്ന
സംഘപരിവാരങ്ങളുടെ കുഴലൂത്തായി മാറി അവരുടെ പ്രചാരകനായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ വി രാജേഷ്, 3 കാര്യങ്ങൾ. ലവ് ജിഹാദ്, ജനനനിരക്ക്. ഒരു മുസ്ലിമിന് സ്വർഗത്തിൽ പോകണമെങ്കിൽ ജിഹാദ് നടത്തിയേ പറ്റൂ എന്ന് പഠിപ്പിക്കുകയും അമുസ്ലിങ്ങളെ കൊന്നു കളയണം എന്ന് പറയുന്നിടത്തുമാണ് പ്രശ്നമെന്ന് അദ്ദേഹം പറയുന്നു. ഈ 2-3 കാര്യങ്ങളിലാണ് ഈ മുസ്ലിം മതസമുദായത്തിന്, മതേതര സമൂഹത്തിന് പ്രതിഷേധമുള്ളത്, വ്യത്യസ്ത അഭിപ്രായമുള്ളത്. പ്രകാശ്, ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയാം. അല്ലെങ്കിൽ റംഷാദ് എന്ന് പറയുന്ന ഈ അഭിമുഖം റിപ്പോർട്ട് ചെയ്ത പത്രപ്രവർത്തനം പറയട്ടെ. ശ്രീ ടി.പി. സെൻകുമാർ പറഞ്ഞത് ISIS പഠിപ്പിക്കുന്നത് ജിഹാദാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു അമുസ്ലിമിനെ മുസ്ലിമാക്കി മാറ്റുക, അല്ലെങ്കിൽ അയാളെ ഇല്ലായ്മ ചെയ്യുക, അല്ലെങ്കിൽ അയാളെ അടിമയാക്കി മാറ്റുക, എങ്കിൽ മാത്രമേ സ്വർഗരാജ്യം ലഭിക്കുകയുള്ളൂ എന്നാണ് ISIS പഠിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാ മാധ്യമപ്രവർത്തകൻ ഏത് രീതിയിൽ റിപ്പോർട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇസ്ലാം സമൂഹം, ആ ഇസ്ലാമിക സമൂഹത്തിനുള്ളിൽ നിന്ന് തന്നെ ഇതിനെതിരായിട്ടുള്ള ഒരു പടപ്പുറപ്പാടുണ്ടാകണം, അവർ തന്നെ ഇതിനെ തടയണം എന്നാണ് ടി.പി. സെൻകുമാർ പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ സംസാരിക്കുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഭാരതത്തിന് ഭരണ നേതൃത്വം കൊടുക്കുന്ന BJPയുടെ പ്രതിനിധിയായിട്ടാണ്. FK ഫിറോസിന്റെ പാർട്ടി മുസ്ലിം ലീഗ്, അതിനേക്കാൾ കൂടുതൽ മുസ്ലിം അംഗങ്ങൾ മെമ്പർമാരായിട്ടുള്ള പാർട്ടിയുടെ വക്താവായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആക്കിയ പാർട്ടിയുടെ വക്താവായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് യാതൊരു കാര്യവുമല്ല. ശ്രീ PM മനോജോടും ഫിറോസിനോട് ഞാൻ ചോദിക്കുന്നു, ടി.പി. സെൻകുമാർ പറഞ്ഞ വസ്തുതകളോട് നിങ്ങൾ തർക്കിക്കുന്നുണ്ടോ? ഇന്തോനേഷ്യയിലെ ഹിന്ദു ജനസംഖ്യ എന്തായിരുന്നു, ഇപ്പോൾ എത്രയാ? പാകിസ്ഥാൻ ഉണ്ടായപ്പോഴേക്കും അവിടുത്തെ ഹിന്ദു ജനസംഖ്യ എത്രയായിരുന്നു? PM മനോജ്, ഇപ്പോൾ എത്രയാ? ജമ്മു കാശ്മീരിൽ പണ്ഡിറ്റുകളുടെ എണ്ണം എത്രയായിരുന്നു? ഇപ്പോൾ എത്ര പേരുണ്ട്? ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഫലമല്ലേ നിങ്ങളുടെ മാർക്സിസ്റ്റ് പാർട്ടി എവിടെ പോയിരുന്നു? ഇന്ത്യൻ പാർലമെന്റിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രതിപക്ഷമായിരുന്നപ്പോഴാണല്ലോ ജമ്മു കാശ്മീരിലെ താങ്കളുടെ മറുപടിയോട് കൂടി ചർച്ച അവസാനിപ്പിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്. RSSന്റെ അതേ പ്രചാരണ ദൗത്യമാണ് ഈ സെൻകുമാർ ഏറ്റെടുത്തിരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞ കണക്കിന് ഇതുവരെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് 100-ൽ 105 എത്തുക എന്നുള്ളത്. അതുപോലെയുള്ള വ്യാജ കണക്കുകൾ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ട് ഈ മുസ്ലിങ്ങളാണ് ലോകത്തെ ആകെ കുഴപ്പമുണ്ടാക്കുന്നതെന്നും യഥാർത്ഥത്തിൽ ഇദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. APJ അബ്ദുൽ കലാമിൻ്റെ കാര്യം ഉൾപ്പെടെ പറഞ്ഞു. ഗുജറാത്തിലെ വംശഹത്യ നടത്തിയത് ആരാ? ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയല്ലേ, ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയമല്ലേ? അതുപോലെ ഗാന്ധി വധത്തിൽ ഇപ്പോഴും ദുഷ്പേര് കേൾക്കുന്ന ഇദ്ദേഹത്തിന്റെ പാർട്ടിയല്ലേ? അതായത് രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ കൊന്നതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട പ്രസ്ഥാനം, രാഷ്ട്രപിതാവിനെ കൊന്നതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട പ്രസ്ഥാനം RSS ആണ്. ആ RSSന്റെ വക്താവായിട്ട് ഇവിടെ വന്ന് പറയുന്നത് ഞങ്ങള് മഹാമാന്യന്മാരാണ്, ഞങ്ങൾ സാംസ്കാരിക സംഘടനക്കാരാണെന്ന്. അത് ആ വ്യാജ പ്രചാരണം ഏറ്റെടുത്തുകൊണ്ടാണ് ടി.പി. സെൻകുമാർ ഇവിടെ ഇസ്ലാമോഫോബിയ കേരളത്തിൽ ഇവരുടെ ചെലവിലുള്ള ഇസ്ലാമികൾ ജീവിക്കുന്നത്. കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹം, ആ മതനിരപേക്ഷ സമൂഹം ശക്തമായതുകൊണ്ടും അതുകൊണ്ട് തന്നെയാണ് സെൻകുമാറിനെ പോലെയുള്ള ആളുകൾ സ്വീകരിക്കുമോ എന്നാണ് പരിശോധിച്ചത്. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത BJP നേതാവ് വി രാജേഷ്, PM മനോജ്, PK ഫിറോസ്, MI ഷനവാസ്. മറ്റൊരു വിഷയമായി നാളെ കാണാം.